തിരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ചതോടെ കേരള കർണാടക സംസ്ഥാനങ്ങളുടെയും അതിർത്തിയിൽ വാഹന പരിശോധന ശക്തമാക്കി. കഴിഞ്ഞ ദിവസം മാക്കൂട്ടം പോലീസ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ വാഹന പരിശോധനയിൽ കേരളത്തിൽ നിന്നെത്തിയ വാഹനത്തിൽ കണക്കിൽപ്പെടാത്ത 1.5 ലക്ഷം രൂപ ഉദ്യോഗസ്ഥർ കണ്ടെടുത്തിരുന്നു. പിടിച്ചെടുത്ത തുക എൻഫോഴ്സ്മെന്റ് വിങ്ങിന് കൈമാറി. മാക്കൂട്ടം ചെക്ക് പോസ്റ്റിൽ പോലീസും എക്സൈസും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 9 പേരടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തുന്നത്. 3 ഷിഫ്റ്റുകളായാണ് ഇവർ ജോലി ചെയ്യുന്നത്. കേരളത്തിൽ നിന്നും എത്തുന്ന എല്ലാ വാഹനങ്ങളും പരിശോധിച്ച ശേഷമാണ് ഇവിടെ നിന്നും കർണാടകത്തിലേക്ക് കടത്തിവിടുന്നത്. പണം, ആയുധം, ലഹരി വസ്തുക്കൾ എന്നിവയാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. രേഖകൾ ഇല്ലാതെ 50,000-ൽ കൂടുതൽ പണം കണ്ടെത്തിയാൽ പരിശോധനാ സംഘം പിടിച്ചെടുക്കും. പിന്നീട് രേഖകൾ ഹാജരാക്കിയാൽ മാത്രമേ പിടിച്ചെടുക്കുന്ന പണം തിരികെ നൽകുകയുള്ളൂ. ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നതടക്കം വീഡിയോയിൽ പകർത്തുന്നുണ്ട്. കേരള അതിർത്തിയായ കൂട്ടുപുഴയിലും പോലീസ്, എക്സൈസ്, കേന്ദ്രസേന, ഇലക്ഷൻ ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങുന്ന സംഘം ശക്തമായ പരിശോധന നടത്തുന്നുണ്ട്. കേരളത്തിലേക്ക് പ്രവേശിക്കുന്ന ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയാണ് കടത്തിവിടുന്നത്. ലഹരി വസ്തുക്കൾ കടത്തിക്കൊണ്ടുവരാനുള്ള സാധ്യത മുൻനിർത്തി 2 സംഘങ്ങളായി പിരിഞ്ഞാണ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നത്. കേരള അതിർത്തിയിലും ഉദ്യോഗസ്ഥരുടെ പരിശോധനാ ദൃശ്യങ്ങൾ വീഡിയോയിൽ പകർത്തിവെക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പണവും മയക്കുമരുന്നും മറ്റും ഉൾപ്പെടെയുള്ളവ കടത്തിക്കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് പരിശോധനകൾ കർശനമാക്കിയിട്ടുള്ളത്.